everyone, it's me Rahul. Welcome to Stocks. So, Friday നല്ലൊരു സെക്ഷനായിരുന്നു നമുക്ക് നമ്മുടെ റേഞ്ച് കഴിഞ്ഞ്, അതായത് നമ്മൾ നമ്മളെല്ലാം ഒരുമിച്ച് അനലൈസ് ചെയ്ത് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ നിഫ്റ്റി 25,639.7 ആ ലെവൽ വരെ പോയിട്ടുണ്ടായിരുന്നു. അറൗണ്ട് നമുക്കൊരു 50-60 പോയിൻറ്റ്സ് ഒബ്വിയസ്ലി നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ട്രേഡായിരുന്നു. നമ്മളെല്ലാം ഒരുമിച്ച് അനലൈസ് ചെയ്ത പോലെ തന്നെയായിരുന്നു. സോ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പേരാണ് ഉള്ളത്. 10 പേര് 15 പേരെല്ലാം കാണുന്നു. അതിൽ 10 വ്യൂ എൻ്റെ തന്നെയാണ്. സോ കാരണം ഇത് 10 വട്ടം ഞാൻ കാണും ട്രേഡ് എടുക്കുന്നതിന് മുന്നേ. അതായത് തലേ ദിവസം ചെയ്ത വീഡിയോ പിറ്റേ ദിവസം നമ്മൾ ട്രേഡിങ് ഡേയിൽ ഞാൻ തന്നെ ഒരു 10 വട്ടം കാണുന്നുണ്ട്. ഞാൻ അടക്കം ഒരു 10 പേരെ കാണാറ്. സോ കുറച്ച് ഒരു 10-20 പേരൊക്കെയല്ല ഞാൻ സബ് കൂട്ടാൻ വേണ്ടി പറയുന്നതല്ല, ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ആവും. നിങ്ങൾ ഇപ്പം സബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് സബ് ചെയ്ത് ബെൽ ബട്ടണല്ലേ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് പോപ്പ് ചെയ്യും. സോ നിങ്ങളത് കാണുമ്പോൾ വ്യൂസ് കൂടുമ്പോൾ എനിക്ക് സ്വന്തമായിട്ടൊരു മോട്ടിവേഷനും കൂടെ കിട്ടും. സോ നിങ്ങളത് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അല്ലാതെ വീഡിയോ അല്ലാതെ കാണുകയാണെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് സബ് ചെയ്യാം. സോ നമുക്ക് നമ്മൾ ലാസ്റ്റ് വീഡിയോസിലെല്ലാം നമ്മൾ അനാലിസിസ് ചെയ്ത പോലെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് പോയിട്ടുള്ളത്. നമുക്ക് നല്ല ഏൺ ചെയ്യാനും വേണ്ടിയിട്ടുണ്ട് ലാസ്റ്റ് വീക്കിൽ. സോ നമുക്ക് മൺഡേ മാർക്കറ്റിൻ്റെ വ്യൂ ജസ്റ്റ് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ലെറ്റ്സ് ഗോ ദ ചാർട്ട്. ഓക്കെ, നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. സോ നിഫ്റ്റിയുടെ ഒരു 1 ഡേയിലുള്ള ഫുൾ വ്യൂ ഇതാണ്. ഞാൻ ഇതെല്ലാം ലാസ്റ്റ് അനാലിസിസ് ഫുള്ളി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, അത് ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സോ നിഫ്റ്റി നമുക്ക് നിഫ്റ്റി ഇങ്ങനൊരു വ്യൂ നമുക്ക് നമ്മുടെ ചാർട്ടിനെ നമ്മൾ ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്യുക, ഒന്ന് സൂം ഔട്ട് ചെയ്യുക, എന്നിട്ട് നോക്കുക നിഫ്റ്റി എന്താണ്, നിഫ്റ്റിയുടെ കണ്ടീഷൻ എന്താണ്, നമ്മുടെ ചാർട്ടിൻ്റെ കണ്ടീഷൻ. താഴെ കണ്ടോ, നമുക്കൊരു ഇൻവെർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ എല്ലാം കാണാൻ പറ്റും. അത് ബ്രേക്ക് ചെയ്യുന്നപ്പോൾ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് 3 days ആയിട്ടുണ്ടായ നിഫ്റ്റിയുടെ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, സോ 1 മന്തിലോട്ട് പോവാം. 1 മന്തിലോട്ട് പോയി കഴിഞ്ഞാൽ നിഫ്റ്റി അറൗണ്ട് ഓൾ ടൈം ഹൈ എത്താറായി. ഓക്കെ, പിന്നെ ലാസ്റ്റ് നിഫ്റ്റി ഒക്ടോബർ 1 മുതൽ ഭീകരമായിട്ട് വീണ ആ ഒരു ഏരിയയും നിഫ്റ്റിക്ക് ആ ഒരു ഹൈയും നിഫ്റ്റി എത്താറായിട്ടുണ്ട്. അങ്ങനെ 1-2 കാര്യം നമുക്ക് മന്ത്ലിയിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, വീക്കിലിയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓൾ ടൈം ഹൈയിലോട്ട് എത്താൻ പോവാണ്. വീക്കിലി ഫുള്ളി ബുള്ളിഷ് ആയിരുന്നു. ലാസ്റ്റ് ഒരു ഫുള്ളി ബുള്ളിഷ് വീക്കായിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് എന്താ സംഭവിക്കുക നമുക്കറിയത്തില്ല. നമുക്ക് എന്തായാലും പക്ഷേ ചാർട്ട് ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും, നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മളിങ്ങനെ ചാർട്ടിനെ ഒന്ന് സൂം ഔട്ട് ചെയ്യണം, ഒന്ന് സൂം ഇൻ ചെയ്യണം. സൂം ഔട്ട് ചെയ്യുമ്പം നമുക്കൊന്നും കാണാൻ കഴിയില്ല. സൂം ഇൻ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം കാണാൻ കാണുന്നുണ്ടോ? ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് നിഫ്റ്റിക്ക്, കണ്ടോ? അതായത് ഒക്ടോബർ 1 കഴിഞ്ഞിട്ട് നിഫ്റ്റി ഒക്ടോബർ 3 ഏകദേശം ഒരു 100 പോയിൻറ്റ്സിന് ഗ്യാപ്പിലാണ് നിഫ്റ്റി ബ്രേക്ക് താഴോട്ട് ഡൗൺ ചെയ്തത്. സോ ഈ ഗ്യാപ്പാണ് നമ്മുടെ ലാസ്റ്റ് ഡേ ഹൈ അല്ലേ? സോ ഈ ഗ്യാപ്പ് നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഇപ്പം കറക്ഷൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് ആ കറക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു പുൾ ബാക്ക് എടുക്കാനും ചാൻസ് ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് ലോ വരയ്ക്കാം. ലോ 25,739. ഓക്കെ, 25,739, 25,739. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സാക്ട് പോയിന്റ്. ഓക്കെ, സോ നമ്മളിത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടേ. സോ നമുക്ക് ഇനി 50 മിനിറ്റ്സിലോട്ട് പോവാം. 1 അവറിലോട്ട് പോവാം. അതിന് മുന്നേ 1 അവറിലോട്ട് പോവാം. സോ 1 അവറിൽ
നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? നിഫ്റ്റി ലാസ്റ്റ് 1 ഹവറിൽ റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ. ഇവിടെ 2 ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്, ഇവിടെ നല്ല റിജക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. സോ ഈ 1 ഹവറിൽ നമുക്ക് ലാസ്റ്റ് 1 ഹവറിൽ ഒരു ഇൻഡിസിഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഓൾറെഡി നമുക്കറിയാം നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഒരു ഓൾ ടൈം ഹൈയിലാണ്, ഒരു ഹൈയിലാണ്. അതായത് ഒരു വസ്തുവിൻ്റെ വില കൂടി നിൽക്കുകയാണ്. അതായത് ഒരു ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും സാധനം നമ്മൾ കടയിൽ പോയി മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ വില കൂടി നിൽക്കുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി നമ്മളതിനെ മേടിക്കുമോ? ഇല്ലല്ലോ. നമ്മളതിൻ്റെ വില കുറയാൻ ഒന്ന് വെയിറ്റ് ചെയ്യും അല്ലേ. സ്വാഭാവികമായിട്ട് തന്നെ നിഫ്റ്റി ഇപ്പം അത്യാവശ്യം നല്ല ഒരു പ്രൈസിൽ നിൽക്കുകയാണ്, 25,632 നിൽക്കുകയാണ്. സോ ഇവിടെ ഒരു ഇൻഡിസിഷൻ വന്നിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ആ ലാസ്റ്റ് ഏകദേശം ഒരു 1-2 ഹവറായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകണോ താഴോട്ട് ഇറങ്ങണമെന്നൊരു കൺഫ്യൂഷൻ ബയ്യറിൻ്റെയും സെല്ലറിൻ്റെയും ഇടയ്ക്ക് വന്നിട്ടുണ്ട്. കാരണം നിഫ്റ്റി ബുള്ളിഷാണ്, മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ നിഫ്റ്റി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസ് എല്ലാം ഇവിടെ നമുക്ക് കാണുന്നുണ്ട് മാർക്കറ്റിൽ. സോ 15 മിനിറ്റ്സിലോട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ഇത് കുറച്ചുകൂടെ കയറ്റി നോക്കി, ഇതാണ് നമ്മുടെ ഹൈ. ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാണ് അല്ലേ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഹൈ ടച്ച് ചെയ്യാണ്, ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാണ്. സോ നമുക്ക് ഈ ഒരു റേഞ്ച് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ ഒരു റേഞ്ച് നമുക്ക് ആദ്യം മാർക്ക് ചെയ്ത് വെക്കാം. സോ നമുക്ക് ഇവിടെ കാണുന്ന മറ്റു കാര്യങ്ങൾ എന്താ? ഒന്ന്, നമുക്ക് കാണുന്നത് നിഫ്റ്റിയുടെ 300-ൽ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടാണ് അല്ലേ. 25,300-ൽ നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇത് നിഫ്റ്റിയുടെ മറ്റൊരു സപ്പോർട്ടാണ്. അതായത് സപ്പോർട്ട് മീൻസ് ഇത് നമ്മുടെ ടാർഗറ്റ്സ് ആണ്. ഓക്കെ, ഇത് നിഫ്റ്റിയുടെ മറ്റൊരു സപ്പോർട്ടാണ്, ഇത് നിഫ്റ്റിയുടെ മറ്റൊരു സപ്പോർട്ടാണ്. ഓക്കെ, ഇത് നിഫ്റ്റിയുടെ മറ്റൊരു സപ്പോർട്ടാണ്, ഇതും നിഫ്റ്റിയുടെ ഒരു മൈനർ സപ്പോർട്ടാണ്. ഓക്കെ, ഈ സപ്പോർട്ട് കാര്യമാക്കണം. നമുക്ക് ഈ സപ്പോർട്ട് എടുത്താൽ മതി, ഇത് വിട്ടേക്കാം. ഓക്കെ, 500 എടുത്താൽ മതി. സോ നമ്മൾ നിഫ്റ്റിയുടെ മേജർ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. മേജർ സപ്പോർട്ട് ഇത് വേറെ തലവേദന. മേജർ സപ്പോർട്ട് വൈറ്റിൽ ബോൾഡാക്കി ഇടാവേ, ടൾ സൈസിൽ ഒന്നില്ലേ. മേജർ സപ്പോർട്ട്, ഇത് നിഫ്റ്റിയുടെ മേജർ സപ്പോർട്ടാണ്. ഓക്കെ, ഇത് നിഫ്റ്റിയുടെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. ഓക്കെ, സോറി, ഇത് നിഫ്റ്റിയുടെ ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. അതായത് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ ഇത് രണ്ടും നിഫ്റ്റിക്ക് പെട്ടെന്ന് നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. സോ നമുക്ക് മൺഡേ മാർക്കറ്റ് ഈ ഒരു ഗ്യാപ്പ് മൺഡേ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ മാർക്കറ്റ് ഓപ്പണായിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് വന്നാലും നിഫ്റ്റി അത് കഴിഞ്ഞിട്ട് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ളൊരു ചാൻസ് നിഫ്റ്റിക്കുണ്ട്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിക്കുണ്ട്. സോ നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ഉണ്ടാവും നമ്മൾ നോക്കും എന്താണെങ്കിലും. ഓക്കെ, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഒരു വ്യൂ ആയിരിക്കും മൺഡേ. നിഫ്റ്റി ഒന്ന് പുൾ ബാക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ താഴോട്ട് ട്രേഡ് എടുക്കരുത്. സോ നമുക്ക് ഇതൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ചെയ്യുന്നുണ്ടോ നിഫ്റ്റി നമുക്ക് ട്രൈ ചെയ്യണം. ബട്ട് നമ്മൾ ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലാൻ മനസ്സിലുണ്ടാവണം. നിഫ്റ്റി ചിലപ്പം ഒരു പുൾ ബാക്ക് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ പ്ലാൻ എ ഉണ്ട്, പ്ലാൻ ബി ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും ഉള്ള അങ്ങോട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. പക്ഷെ ആദ്യം വരുന്ന എന്താണോ അതാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് പ്ലാൻ. ഓക്കെ, സോ ടാർഗറ്റ് മുകളിലോട്ട് ഈ ഒരു ചെറിയ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്താൽ മതി തിങ്കളാഴ്ച.
ഓക്കെ. ഇത് ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് നിഫ്റ്റി പോവുകയാണെങ്കിൽ സോ ഒബ്വിയസ്ലി നമുക്ക് മുകളിൽ ട്രേഡ് എടുക്കാം. ബട്ട് നമ്മുടെ മനസ്സിൽ തിങ്കളാഴ്ച ഈ ഒരു എക്സ്പെക്റ്റേഷൻ വേണം. കാരണം ആ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്. നിഫ്റ്റി നിൽക്കുന്നത് നല്ലൊരു ഹൈ പോയിന്റിലാണ്. നിഫ്റ്റി ഇതുവരെ നല്ലൊരു പുൾ ബാക്ക് ചെയ്തിട്ടില്ല. നിഫ്റ്റി കണ്ടിന്യൂ മുകളിലോട്ട് റാലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു കറക്ഷൻ അല്ല, ഒന്ന് നിഫ്റ്റി താഴോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. സോ നമ്മുടെ കയ്യിലുള്ള ടാർഗറ്റ്സ് നിഫ്റ്റി ഈ റേഞ്ച് ബ്രേക്ക്, നമ്മൾ താഴോട്ടുള്ള ട്രേഡ് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യണം നമ്മൾ ചെയ്തുള്ളൂ. അതായത് 25,600 ബ്രേക്ക് ചെയ്യുകയാണെങ്കിലേ നമ്മൾ താഴോട്ട് എടുക്കത്തുള്ളൂ. സോ നമ്മുടെ ഇത് നമുക്ക് എടുത്ത് കളയാം. സോ നമ്മുടെ എൻട്രി ഇവിടെയാണ് വരിക. ഓക്കെ. സോ നമ്മുടെ താഴോട്ടുള്ള എൻട്രി ഇവിടെയാണ് വരിക. ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, സോറി, ഒഴിവാക്കിയാൽ. ഓക്കെ. സോ നമ്മുടെ താഴോട്ടുള്ള എൻട്രി ഇവിടെ ആയിരിക്കും. ഈ എയർവേൻ്റെ എനിക്ക് പനിയാണ്, അതുകൊണ്ടാണ് വോയിസിനകത്തൊരു എനർജി ഇല്ലാത്തത്, ക്ഷമിക്കണം കേട്ടോ. സോ നമ്മുടെ എൻട്രി ഇവിടെ ആയിരിക്കും വരിക. നമ്മൾ മുകളിലോട്ടുള്ള എൻട്രി ഇവിടെ ആയിരിക്കും വരിക. മുകളിലോട്ടുള്ള എൻട്രി ഇവിടെ ആയിരിക്കും വരിക. സോ നമുക്കിത് 2 പ്ലാനാക്കി വെക്കാം, പ്ലാൻ എ, പ്ലാൻ ബി. സോ ഇത് മുകളിലോട്ട് വന്നാൽ തന്നെ ഒരു സ്മാർട്ട് ട്രേഡർ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു റിജക്ഷൻ കാണിക്കുകയാണെങ്കിൽ, ഇവിടുന്ന് തിരിച്ച് ഒരു പുൾ ബാക്ക് കാണിക്കുകയാണെങ്കിൽ, അത് ലാസ്റ്റ് വന്ന ക്യാൻഡിലെ ലോ നെക്സ്റ്റ് ക്യാൻഡിൽ, അതായത് ലാസ്റ്റ് വന്ന ഒരു ക്യാൻഡിൽ ഇവിടെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ വന്നിട്ട് റിജക്ഷൻ എടുത്തു. ഓക്കെ. ഓക്കെ. അടുത്ത ക്യാൻഡിൽ, അടുത്തൊരു റെഡ് ക്യാൻഡിൽ നമുക്ക് റെഡ് ആക്കാം. ഓക്കെ. ഓക്കെ. ഇങ്ങനെ റെഡ് ക്യാൻഡിൽ ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, ഈ ക്യാൻഡിലിനെ കവർ ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം ഒരു ഡൗൺ മൂവ്മെൻറ്റ് താഴോട്ട് ഉണ്ടാവുമെന്ന്. സോ ഈ ഒരു പ്ലാൻ നമ്മുടെ മനസ്സിൽ വേണം. അത് കഴിഞ്ഞിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി ഇതെല്ലാം സ്ട്രോങ് ആയിട്ട് കയറിപ്പോവാണെങ്കിൽ മുകളിലോട്ടുള്ള 700 750 ടാർഗറ്റ് മുകളിലോട്ട് കാണാൻ കഴിയും. ബട്ട് ഇങ്ങനൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡൗൺ ഫാള് അല്ലെങ്കിൽ ഒരു ടെമ്പററി പുൾ ബാക്ക്, ഒരു 50% പുൾ ബാക്ക് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. കാരണം ഏകദേശം 20,200 മുതൽ തന്നെ നിഫ്റ്റി കണ്ടിന്യൂസ് ഏകദേശം ഒരു 500 പോയിൻറ്റ്സ് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു 200 പോയിൻറ്റ്സിലും നിഫ്റ്റി താഴോട്ട് വരും എന്നാണ് ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കുമ്പോൾ. സോ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലുണ്ടാവണം. മനസ്സിലായല്ലോ അല്ലേ? ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിലും ഈ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ട് നിഫ്റ്റി താഴോട്ട് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇവിടെ നിന്ന് എൻട്രി എടുക്കണമെന്ന് പറയുന്നില്ല ഞാൻ. നമ്മുടെ എൻട്രി കൺഫേം ആവുന്നത് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴോട്ടുള്ള എൻട്രി എടുക്കാം. അതുമല്ല മൺഡേ നിഫ്റ്റി ഇതിൻ്റെ ഉള്ളിൽ പിന്നെയും കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും ഈ എൻട്രി നമുക്ക് ട്രിഗർ ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഏകദേശം 25,498, 419, 300 ഈ ടാർഗറ്റ്സൊക്കെ നമുക്ക് താഴോട്ട് കാണാൻ കഴിയും. അതിൽ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ബട്ട് ഈ ടാർഗറ്റ് അല്ലെങ്കിൽ ഈ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മൺഡേ. അതല്ലെങ്കിൽ പിന്നെ മുകളിലോട്ടുള്ള ഒരു മൂവ്മെൻറ്റും. സോ ഈ 2 മൂവ്മെൻറ്റും അസറ്റ് ട്രേഡർ നമ്മുടെ മനസ്സിൽ വേണം. ഇത് പറയുന്നത് മുകളിലോട്ട് പോകാനും താഴോട്ട് വരാനും സാധ്യത ഉണ്ടെന്നല്ല പറയുന്നത്. നമ്മുടെ മനസ്സിൽ ഒരു ഐഡിയ വേണം. നിഫ്റ്റി ചിലപ്പോൾ ഒരു പുൾ ബാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പുൾ ബാക്ക് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ഐഡിയ വേണം. അത് മാത്രമേ പറയുന്നുള്ളൂ. പുൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ഏരിയ, അതായത് 1 2 3 4 5 6 7 8 9 10 ഇത്രയും ക്യാൻഡിലിൻ്റെ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി താഴോട്ട് വരികയാണെങ്കിൽ നിഫ്റ്റി ഇവിടം വരെ ഒബ്വിയസ്ലി കൺഫേം വരും. അപ്പം ഈ 25,529 നമുക്ക് ഇറങ്ങാം. ഓക്കെ. നമുക്ക് പക്ഷേ ഈ ഒരു എക്സ്പെക്റ്റേഷൻ നമുക്ക് വെക്കാം, കുറച്ചുകൂടെ കയറ്റി വെക്കാം സേഫായിട്ട്. ഓക്കെ. ഇവിടെ വച്ചേക്കാം. ഓക്കെ. 25,527. സോ ഈ ഒരു ടാർഗറ്റ്സ് നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യും. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 100% നിഫ്റ്റി ഇവിടെ വരും. ഓക്കെ. മുകളിലോട്ട് പോവുകയാണെങ്കിൽ ആ ഗ്യാപ്പ് ഫിൽ ചെയ്തിട്ടും തിരിച്ച് റിജക്ഷൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു 2 സ്ട്രാറ്റജിയും മനസ്സിൽ വേണം മൺഡേ ട്രേഡ് ചെയ്യുമ്പോൾ. ഓക്കെ.
സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.